നമ്മൾ ES6 കാര്യങ്ങളല്ല നോക്കുന്നത്, വേറെ കുറച്ച് കാര്യങ്ങളാണ്. കോൾ ബാക്ക് മോഡ്യൂൾസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നോക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് സംസാരിച്ചപ്പോൾ. അതായത് Node.js ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ എന്തോ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Node.js. അപ്പോൾ അതിങ്ങനെ കമൻ്റ് അയച്ച് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ആൻഡ്രോയിഡ് ഒരു ലാംഗ്വേജ് ആൻഡ്രോയിഡാണോ ചെയ്യണമെന്നൊക്കെ ചോദിക്കില്ല, അല്ലെ Node.js ആണോ ചെയ്യുന്നത്, Node.js ലാംഗ്വേജ് എന്നുള്ള ഇത് പറയുന്നതാണ്. പക്ഷേ Node.js എക്സാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ Node.js ഒരു റൺ ടൈം എൻവയോൺമെൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുക. റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് സാധാരണ റൺ ചെയ്യണത് ബ്രൗസറിലാണ് റൺ ചെയ്യാറ്, അല്ലേ? ബ്രൗസറിലാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് സെർവർ സൈഡിൽ സിസ്റ്റത്തിൽ റൺ ചെയ്യാനുള്ള ഒരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ ക്രോമൊക്കെ ആപ്ലിക്കേഷൻ പോലെ, ഇപ്പോൾ ബ്രൗസറിൻ്റെ പ്രത്യേകത എന്താണ്? ആപ്ലിക്കേഷൻ പോലെ ഇപ്പോൾ നമ്മൾ ബ്രൗസർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ഗൂഗിൾ ക്രോം ഉണ്ടാക്കിയ ഒരു V8 എഞ്ചിൻ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ ക്രോം വർക്ക് ചെയ്യുന്നത്. ആ V8 എഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? Node.js ഉണ്ടാക്കിയിട്ടുള്ളത്. Node.js എന്ന് പറയുമ്പോൾ V8 എഞ്ചിൻ പ്ലസ് Node.jsൻ്റെ കുറേ ലൈബ്രറീസ് പിന്നെ ജാവാസ്ക്രിപ്റ്റ്, ഇതെല്ലാം കൂടി കൂടുന്നതാണ് ശരിക്കും ഈ ഒരു Node.js പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ആൻഡ്രോയിഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ആൻഡ്രോയിഡ് എന്താ, നമ്മൾ ആൻഡ്രോയിഡിലാണോ ചെയ്യണമെന്ന് ചോദിക്കും. പക്ഷേ ആൻഡ്രോയിഡ് എന്താണ്? ആൻഡ്രോയിഡ് ലാംഗ്വേജ് അല്ല. ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്? ജാവയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കോഡ്ലിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് OS ആണെന്ന് പറയുക, ആൻഡ്രോയിഡ് ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് പറയില്ലേ ആൻഡ്രോയിഡിലാണ് ചെയ്യണത്, Node.jsലാണ് ചെയ്യുന്നത്. പക്ഷേ Node.jsൻ്റെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാലോ ജാവാസ്ക്രിപ്റ്റാണ് ലാംഗ്വേജ്. അപ്പോൾ ആ രീതിയിൽ വേണം അതിന് മനസ്സിലാക്കാൻ. മാമനോടൊന്ന് തോന്നലോ മക്കളെ, ഒരു പറ്റിയതാണ്. പോരെ. ഇന്ന് നമുക്ക് കോൾ ബാക്ക് നോക്കാം. കോൾ ബാക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. കോൾ ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ എല്ലായിടത്തും നമ്മൾ Node.jsൽ എല്ലായിടത്തും കോൾ ബാക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച ആൾക്കാർക്ക് കോൾ ബാക്ക് കാണുമ്പോൾ ഒരു ഡൗട്ട് വരും, എങ്ങനെ ഇത് വർക്ക് ചെയ്യണത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയ 2 കൺസെപ്റ്റ് പറയാനുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ എക്സാക്റ്റ്. സിങ്ക്രണസും ഉണ്ട്, അസിങ്ക്രണസും ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. സിങ്ക്രണസ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് ചെയ്യും. ഇപ്പോൾ 3 പ്രോസസ്സ് ഉണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ ABC എന്നുള്ള 3 പ്രോസസ്സ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ സിങ്ക്രണസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സിന് ഒരു 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്, ഈ പ്രോസസ്സിന് 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്, ഈ പ്രോസസ്സിന് 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് പോവുള്ളൂ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് പോവുള്ളൂ. ഇത് ഓർഡറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് സിങ്ക്രണസ് എന്ന് പറയാം. അസിങ്ക്രണസ് എന്ന പരിപാടി ഉണ്ട്. അസിങ്ക്രണസ് എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങി, ഇതിനിപ്പോൾ 2 സെക്കൻഡ് എടുക്കുന്നുണ്ടല്ലോ, ആ തുടങ്ങിയ സമയത്ത് തന്നെ ഇതും തുടങ്ങും, അപ്പോൾ തന്നെ ഇതും തുടങ്ങും. അപ്പോൾ എന്താണ്, ഇതിന് തുടങ്ങി ആ സ്പോട്ടിൽ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നില്ല, അതിന് മുന്നേ അടുത്ത തുടങ്ങി, ഇതും തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 2-2.5 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും, അത് 3 കൂടി എന്ത് ചെയ്യും, അത് എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, വളരെ സമയം കുറയ്ക്കാൻ പറ്റി. അങ്ങനെ വർക്ക് ചെയ്യണം. അസിങ്ക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയാം. സിങ്ക്രണസ് പറഞ്ഞാൽ ഓരോന്ന് കഴിഞ്ഞ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകണം. അസിങ്ക്രണസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യില്ല, അതിന് കൂടെ തന്നെ മറ്റേത് എന്തെങ്കിലും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് അസിങ്ക്രണസ്. അപ്പോൾ Node.js നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ത്രെഡഡ് ആണ്. എന്നിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് എക്സാമ്പിളൊക്കെ പറഞ്ഞു. അതായത് റെസ്റ്റോറൻറ്റിലൊരു ഫുഡ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അത് പോയി എടുക്കുന്ന രീതിയും കാര്യങ്ങളും ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കോഡിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കോൾ ബാക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യം, ഇതിന് മുന്നേ നമ്മൾ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ് എങ്ങനെ ചെയ്യുക, ഡേറ്റിംഗ് അല്ലട്ടാ, ഡേറ്റ് എങ്ങനെ ചെയ്യുക, പണ്ടത്തെ വലുത് ഓർമ്മ. ഇപ്പോൾ നമ്മൾ ഒരു ലോഗ് പ്രിൻ്റ്, ഇപ്പോൾ നമ്മളൊരു console.log പ്രിൻ്റ് ചെയ്തു. console.logൽ ഞാൻ ഒരു എന്താ പറയുക ഹലോ എന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പിൽ I assign 0, I less than ഒരു 100, I++ ഉണ്ട്. ഇതിനുള്ളിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യണോ, എന്നാൽ വർക്ക് ചെയ്തേക്കാം. ലൂപ്പ് എന്നിങ്ങനെ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, console.logൽ എൻഡ് വർക്കായിട്ടുണ്ട്. ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്. ഇപ്പോൾ 100 പ്രാവശ്യം ലൂപ്പ് പ്രിൻ്റ് ചെയ്യും. ഇതിന് എത്ര സമയം എടുത്തു എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് തുടങ്ങുകയാണ്.
നിങ്ങളിതൊന്നും കോൾ ബാക്കിൻ്റെ കാര്യങ്ങളല്ല, ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഥ പറയാനുണ്ട്. ആ കഥ പറയേണ്ട കാര്യങ്ങളാണ് പറയണത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് എത്ര സമയം എടുത്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ സമയത്തിനെ കുറിച്ച് ഡേറ്റ് എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു var dt assign ന്യൂ ഡേറ്റ് എന്ന് കൊടുത്തു. ഇങ്ങനെ ന്യൂ ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറൻറ്റ് ഡേറ്റ് ടൈം എന്താണോ അതാണ് ഈ ന്യൂ ഡേറ്റിലോട്ട് വരിക. ഇപ്പോൾ ഉള്ള ഡേറ്റ് എന്താണോ അതാണ് ഡി ടിയിൽ വരിക. ഇനി ഇതിൻ്റെ സമയം എത്ര എടുത്തു എന്ന് മനസ്സിലാക്കണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ഡേറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് സ്റ്റാർട്ട് ന്യൂ ഡേറ്റ് ഡി ടിയിൽ എന്താ ഉള്ളത്, ആദ്യമുള്ള ഡേറ്റ് ആൻഡ് ടൈം. ലൂപ്പ് വർക്ക് ചെയ്യിപ്പിച്ചാണ് പുതിയൊരു ന്യൂ ഡേറ്റ് എടുത്താലോ ഇപ്പോൾ ഉള്ള ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഉള്ളതിന് പഴയ ഡേറ്റ് ആൻഡ് ടൈം കുറച്ചാൽ എന്ത് കിട്ടും, അതിന് ഡിഫറൻസ് കിട്ടൂലേ, അത് കാണിച്ചു തരാം. അപ്പോൾ var diff assign എന്ത് ചെയ്താൽ മതി, ന്യൂ ഡേറ്റ് മൈനസ് എന്ത് ചെയ്യുക ഡി ടി കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഒരു ഡേറ്റ് ആൻഡ് ടൈം ഡിഫറൻസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് console.logൽ എന്ത് പ്രിൻ്റ് ചെയ്യുക, ആ ഡിഫറൻസ് എന്നുള്ള ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. കണ്ടോ, എന്താണ് ഹലോ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ലൂപ്പ് 100 പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് എൻഡ് കഴിഞ്ഞ് 9 എന്നാണ് വന്നത്. ഇതെന്താണ് ഈ ഡിഫറൻസ്, ഡേറ്റിൻ്റെ 2 ഡിഫറൻസ് എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മില്ലി സെക്കൻഡിലാണ് എടുക്കുക. 1000 മില്ലി സെക്കൻഡാണ് ഒരു സെക്കൻഡ്. അപ്പം മില്ലി സെക്കൻഡിലാണ് 9 വന്നത്. അപ്പോൾ 9 മില്ലി സെക്കൻഡാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുത്ത്. നമുക്കൊരു 1000 ആക്കി നോക്കാം, സമയം മാറുന്നുണ്ടോ നോക്കാമല്ലോ. കണ്ടോ, 57 മില്ലി സെക്കൻഡ് ആയത് 1000 കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോസസ്സിന്, ഇപ്പോൾ ഒരു ലൂപ്പ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷന് എത്ര ടൈം ഡിഫറൻസ്, എത്ര ടൈം എത്ര സെക്കൻഡ് എടുത്തു അത് വർക്ക് ചെയ്യാൻ, അത് ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യണത് മറ്റേതാണോ ഫാസ്റ്റ് എന്നുള്ള കമ്പയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡേറ്റ് ഇടാം, അവസാനം എന്ത് ചെയ്യുക ഒരു പുതിയ ന്യൂ ഡേറ്റും കൂടി ഇട്ടിട്ട് ആ ഒബ്ജക്റ്റ് മൈനസ് ഡി ടി പഴയ ഒബ്ജക്റ്റിനെ കുറയ്ക്കുമ്പോൾ എന്താണ് പുതിയെന്ന് പഴയത് കുറയ്ക്കുമ്പോൾ. ഇത് വളരെ ബേസിക്കായുള്ള മാത്തമാറ്റിക്സ് ആണ്, ഇത് ചോദിക്കരുത്. അപ്പോൾ ന്യൂ ഡേറ്റ് പഴയ ഡേറ്റ് കുറച്ചപ്പോൾ ഡിഫറൻസ് കിട്ടി, ആ ഡിഫറൻസ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആയി. അപ്പോൾ ഇത് മനസ്സിലായവർക്ക് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് കാണിച്ചു തരാണ്, ഒരു പുതിയൊരു സംഭവം കാണിച്ചു തരാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതാണ്, ഫംഗ്ഷൻ്റെ പേര് എന്താണ്, ഒരു ലോങ് ടാസ്ക് എന്നുള്ളൊരു പേര്. അപ്പോൾ ഒരു കുറച്ച് സമയം എടുക്കണ ഒരു പ്രോസസ്സാണെന്ന് വിചാരിക്കുക. കുറച്ച് സമയം എടുക്കണ ഒരു പ്രോസസ്സിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ലോങ് ടാസ്ക് എന്നാണ് അതിന് പേര് കൊടുത്തത്. ആ ലോങ് ടാസ്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വൈൽ ലൂപ്പ് ഇട്ടു. ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടി assign, ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഡേറ്റ് ഒബ്ജക്റ്റ് ഞാൻ വെച്ചു. അപ്പോൾ എന്തായി, ഇപ്പോൾ ഉള്ള ആ ലൂപ്പിലോട്ട് കയറുന്നതിന് മുന്നിലുള്ള ആ ടൈം ഡേറ്റ് കിട്ടി. എന്നിട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പുതിയ ഡേറ്റ് ടൈം വെച്ചിട്ട് മൈനസ് ഈ ഡി ടി കൊടുക്കും. അപ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ ഡിഫറൻസിനേക്കാളും ചെറുതോ ഓർ ഈക്വൽ ടു അവിടെ എല്ലാ കേസിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ലോങ് ടാസ്കിലോട്ടൊരു മില്ലി സെക്കൻഡ് ടൈം വരുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ലൂപ്പ് വർക്ക് ചെയ്യണം, വൈൽ ലൂപ്പ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടുന്ന് സംഭവിക്കുന്നത് വൈൽ ലൂപ്പിൽ ന്യൂ ഡേറ്റ് മൈനസ് ഡേറ്റ്, അതായത് ആ പഴയ ഡേറ്റിനേക്കാളും ഇപ്പോഴുള്ള ഡേറ്റ് കുറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മില്ലി സെക്കൻഡിൽ ഞാനൊരു 1000 കൊടുത്തു നോക്കി, 1000 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ന്യൂ ഡേറ്റ് ഒരു ഡേറ്റ് എടുത്തു. വൈൽ ലൂപ്പിൽ കയറുമ്പോൾ പുതിയ ഡേറ്റ് എടുത്തിട്ട് ആ പഴയ ഡേറ്റുമായിട്ട് കുറയ്ക്കുമ്പോൾ മില്ലി സെക്കൻഡുമായിട്ട് നോക്കുമ്പോൾ ഡിഫറൻസ് നോക്കും, ചെറുതാണോ നോക്കും. അതായത് ഈ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അത് മിക്കവാറും ഇപ്പോൾ നമ്മളിപ്പോൾ 100 പ്രാവശ്യം വർക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര 9 കിട്ടിയത്. ഒരു ലൂപ്പ് 100 പ്രാവശ്യം വർക്ക് ചെയ്ത് 9 കിട്ടിയത്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ വർക്ക് ചെയ്യുമ്പോൾ മിക്കവാറും എന്ത് ചെയ്യുക, 1 മില്ലി സെക്കൻഡ് വളരെ കുറഞ്ഞ സെക്കൻഡാണ് കിട്ടുക. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും,
എന്തായാലും ഈ സാധനം ചെറുതായിരിക്കും. അപ്പോൾ ലൂപ്പ് ഉള്ളിലോട്ട് കയറും. ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, ലൂപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് നോക്കിയാൽ, ലൂപ്പിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, പുതിയ ഡേറ്റ് നോക്കും. അപ്പോഴും എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 5 മില്ലി സെക്കൻഡേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും തന്നെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യും, 100 വർക്ക് ചെയ്യും, 500 വർക്ക് ചെയ്യും. ഇങ്ങനെ കൂടി പോയിട്ട് 1000-ന് പുറത്ത് എപ്പോഴാണ് ഡിഫറൻസ് എത്തുന്നത്, സമയം എത്തുന്നത്, ആ സമയത്ത് ചിലപ്പോൾ ഇവിടെ 1000 ആണല്ലോ കൊടുത്തിരിക്കുന്നത്, ആ 1000-ന് എപ്പോഴാണോ എത്തുന്നത് അതുവരെ എന്ത് ചെയ്യും, വൈൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ 2000 കൊടുത്താലോ, അപ്പോൾ 2000 സെക്കൻഡ് വരെ ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യും. 3000 കൊടുത്താലോ, 3000 എന്താ ചെയ്യും, മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെക്കൻഡ്. അപ്പോൾ അതുവരെ വർക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫംഗ്ഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണ്ടോയെന്ന് അറിയണമല്ലോ നമുക്ക്. അപ്പോൾ console.log-ൽ സ്റ്റാർട്ടാണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ലോങ് ടാസ്കിനെ വിളിക്കുകയാണ്. ലോങ് ടാസ്കിൽ ഞാനൊരു 2000 അല്ലാത്തൊരു 4000 കൊടുത്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് console.log-ൽ എൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കൊടുത്ത് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. സ്റ്റാർട്ടഡ് ഒന്ന് പ്രിൻ്റായി. 4 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്ത് എൻഡ് വർക്കായി. മനസ്സിലാവുണ്ടോ? വർക്ക് മനസ്സിലായോ? ഒരു ലോങ് ടാസ്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മില്ലി സെക്കൻഡ് എന്ന ടൈം ഉണ്ട്. അത് ഞാൻ ഇവിടുന്ന് വിളിച്ചപ്പോൾ പാസ് ചെയ്തു. അപ്പോൾ ആദ്യം സ്റ്റാർട്ടഡ് ജസ്റ്റ് പ്രിൻ്റായി. പിന്നെ ലോങ് ടാസ്കിൽ 4 സെക്കൻഡ് ആയി, 4000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും, ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ടോ, ഡീറ്റെയിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ, അത് പിന്നെ മാറുന്നില്ല. പിന്നെ എന്താണ്, ലൂപ്പിന് ഇവിടെ ഇങ്ങനെ ന്യൂ ഡേറ്റ് ഇങ്ങനെ പുതിയത് എടുത്തുകൊണ്ടിരിക്കുക. അതിനെ ഈ ഡേറ്റ് വെച്ച് കുറയ്ക്കുക. എപ്പോഴാണോ കയറിയത് അത് വെച്ചിട്ട് പുതിയ ഡേറ്റ് വരുന്നത് ഇങ്ങനെ കുറച്ച് നോക്കും. എന്തിനുമായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന്, മില്ലി സെക്കൻഡ് ടൈം. അതായത് 4000-ന് താഴെയുള്ളപ്പോൾ വരെ ഈ ലൂപ്പ് ഇങ്ങനെ ശരിയാണ്. ലൂപ്പ് ശരിയാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറും. ഉള്ളിലൊന്നും എഴുതിയിട്ടില്ല, ഉള്ളിലിപ്പോൾ console.log ഉണ്ടെങ്കിൽ അതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കി ഒന്നും വർക്ക് ചെയ്യണില്ല, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4000-ന് പുറത്ത് എപ്പോഴാണ് ഡിഫറൻസ് വരുന്നത്, അതായത് DT ആദ്യം കയറിയപ്പോഴാണ്. ന്യൂ ഡേറ്റ് 4000-ന് എപ്പോഴാണോ പുതിയ ഡേറ്റ് എന്ത് 4 സെക്കൻഡ് കഴിഞ്ഞുള്ള ടൈം വരുമ്പോൾ മൈനസ് വയ്ക്കുമ്പോൾ 4000-ന് പുറത്തുള്ള സംഖ്യ വരും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മില്ലി സെക്കൻഡോ ടൈം അല്ല എന്നുള്ള കേസ് വരുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും, ഈ ഫംഗ്ഷൻ്റെ വർക്കിംഗ് കഴിയും. അപ്പോൾ എന്ത് ചെയ്യും, console.log-ൽ എൻഡ് വർക്ക് ചെയ്യും. ലോങ് ടാസ്കിൻ്റെ വർക്ക് കഴിയും, ഇത് വർക്ക് ചെയ്യും. മനസ്സിലാവും? ഇതിപ്പോൾ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ടാസ്കിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഒരു ടാസ്ക് വർക്ക് ചെയ്ത് അത് കഴിയുമ്പോൾ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴാണ് അടുത്ത ടാസ്ക് വർക്ക് ചെയ്യുള്ളൂ. ഇത് സിങ്ക്രണസിൽ അങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ 6 സെക്കൻഡ് എടുക്കും. ഇത് 2 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്, 6 സെക്കൻഡ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുക അല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾക്കിപ്പോൾ വലിയ ടാസ്ക് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറയുക, ടാസ്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനൊരു 4 സെക്കൻഡോ 3 സെക്കൻഡോ 2 സെക്കൻഡോ ഉള്ള രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മാനുവലായിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ലോങ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് കോൾ ബാക്കിൻ്റെ പഠിത്തത്തിൻ്റെ ബേസിലുള്ള സാധനമൊന്നും അല്ല. ഇനി കോൾ ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് വെച്ചിട്ട് ഫംഗ്ഷൻ ഉണ്ടാക്കണമെന്നും ചിന്തിക്കരുത്, അതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇതൊരു വലിയ ടാസ്ക്. ഇപ്പം നമുക്ക് എന്താ ചെയ്യുക, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ വലിയൊരു ആക്ഷൻ ചെയ്യുക, വലിയൊരു സംഭവങ്ങൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കോഡൊന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തൽക്കാലം ഒരു വലിയ ടാസ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും വേണം. ഇത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ, സിങ്ക്രണസ് അസിങ്ക്രണസിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മാനുവലായിട്ട് ഒരു വൈൽ ലൂപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, ഒരു 4 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് എത്രയാണോ ലോങ് ടാസ്കിൽ കൊടുക്കുന്ന സമയം വരെ വർക്ക് ചെയ്യുന്ന ഒരു ടാസ്കിനെ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുക ചെയ്തത്. ശരിക്കും ഇതൊരു ചിലപ്പോൾ ആവശ്യങ്ങളായിരിക്കാം. ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്, ഒരു 10 സെക്കൻഡ് എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ കൊടുത്ത് അതേസമയം അടുത്ത ഫയൽ അപ്ലോഡ് ചെയ്യാൻ കൊടുത്ത് ഈ ഓരോ ഫയലും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഒന്നിൻ്റെ ഫയൽ റീഡ് ചെയ്യണത്, അത് അപ്ലോഡ് ചെയ്യണത് പല ടൈമുണ്ട്. കുറേ പ്രോസസ്സറിൻ്റെ കാര്യങ്ങൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കമ്പ്യൂട്ടറിൽ. അപ്പോൾ പലതും എന്താ ചെയ്യുക, വർക്ക് ചെയ്യുന്ന സമയത്ത് പലതും ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ 2-3 അപ്ലോഡ് ഒരുമിച്ചുണ്ട് നിൽക്കുക, അതെന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെ കുറച്ച് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഇതിനെ കുറച്ച് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് പ്രോസസ്സ് വേണമെങ്കിൽ നടത്താൻ പറ്റും. ചില കേസിൽ എങ്ങനെയാണ്, ഇപ്പോൾ സിങ്ക്രണസ് എന്നുള്ള കേസിൽ എന്തായിരിക്കും, ഒരു അപ്ലോഡ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത അപ്ലോഡ് തുടങ്ങാൻ പറ്റുള്ളൂ. അസിങ്ക്രണസ് കേസിൽ ഈ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അപ്ലോഡ് നടക്കും, ഈ അപ്ലോഡ് നടക്കും. ഓക്കെ, ഇപ്പോൾ ചില സെർവറിലോട്ടാണ് 3 ഫയലും 3 സെർവറിലോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ആ സെർവറിൻ്റെ സ്ലോ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഈ സെർവർ സ്ലോ ആണ്, അപ്പോൾ ഈ സെർവറിന് കുറേ സമയം എടുക്കും, ഈ സെർവറിന് പെട്ടെന്ന് എത്താൻ പറ്റും.
അതേപോലെ പല പല കേസുകൾ വരാൻ പറ്റും. കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിൽ പല വിഷയങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയം അപ്ലോഡിങ് നടത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ എന്താ പറ്റും, ഇത് മൂന്നും കൂടി ഒരു കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് നടത്താൻ പറ്റും. ഇത് 3 സെപ്പറേറ്റ് ടൈം എടുത്ത് ചെയ്താലോ, അപ്പോൾ അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ സിങ്ക്രണസും അസിങ്ക്രണസും ആ വ്യത്യാസം ശരിക്കും കോഡിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കോൾ ബാക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും ഒരു ലോങ് ടാസ്ക് ഞാൻ മനഃപൂർവ്വം ഒരു മാനുവലായിട്ട് ഉണ്ടാക്കിയതാണ്. കോൾ ബാക്കിന് ഇത് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. വ്യക്തമായിട്ട് പറയാം, ഇത് ഡൗട്ട് അടിക്കുന്ന കാര്യം, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത്. ഇത്രയും കാര്യം മനസ്സിലായില്ല. ജസ്റ്റ് ഒരു ടാസ്ക് ഒരു 4 സെക്കൻഡ് ടാസ്ക് ആക്കിയിട്ട് എൻഡ് ചെയ്യണത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത്രയും ടൈം എടുത്തിട്ട് എൻഡ് ചെയ്യുന്നത് കാണിച്ചു തന്നു. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. എഗെയിൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ ഇത് 3 റൺ ചെയ്യണം. ഇപ്പോൾ 4000 ഒന്നും വേണം, നമുക്ക് 2000 വെക്കാം. എല്ലാത്തിലും 2000 വെച്ചാൽ തന്നെ എന്താണ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്തു 2 സെക്കൻഡ് കഴിഞ്ഞു, അത് എൻഡ് ചെയ്തു, അടുത്ത സ്റ്റാർട്ട് ചെയ്തു 2 സെക്കൻഡ് കഴിഞ്ഞു, അടുത്ത എൻഡ് ചെയ്തു. ആ രീതിയിൽ എന്ത് ചെയ്യും, 3 വർക്ക് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ 6 സെക്കൻഡ് വർക്കിംഗ് ടൈം എടുത്ത്. ഇനി ഇപ്പോൾ അത് മനസ്സിലായോ, ലോങ് ടാസ്ക് എന്നുള്ള ടാസ്ക് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സിങ്ക്രണസ് രീതിയിലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഒരു സംഭവത്തിന് ടാസ്ക് ചെയ്യാൻ പോയി, ആ ടാസ്ക് ചെയ്ത് കഴിയണ വരെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ, അതായത് സ്റ്റാർട്ട് ചെയ്തു, ഈ ലോങ് ടാസ്ക് എന്നുള്ള ടാസ്ക് ചെയ്യാൻ പോയി, ചെയ്ത് കഴിഞ്ഞ ശേഷം കഴിയണ വരെ വെയിറ്റ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്ത് എൻഡ് വർക്ക് ചെയ്ത്, പിന്നെ സ്റ്റാർട്ട് വർക്ക് ചെയ്ത്, വീണ്ടും ലോങ് ടാസ്കിന് പോയി, വീണ്ടും. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഒരു വെയിറ്റർ എന്താണ്, ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, കിച്ചണിലോട്ട് പോയി, കിച്ചണിലോട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ അയാളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണേ, ഫുഡ് എടുത്ത് വന്നിട്ട് ടേബിളിൽ സെർവ് ചെയ്തതിന് ശേഷം അയാൾ അടുത്ത ടേബിളിലോട്ട് പോവുകയാണ്. അതിന് പകരം അയാൾ ഓർഡർ എടുത്തിട്ട് അടുത്ത ടേബിളിൻ്റെ ഓർഡർ സ്പോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കിച്ചണിൽ എന്ത് ചെയ്യും, മറ്റ് എന്താ ഷെഫിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് നമുക്ക് പെട്ടെന്ന് ഒരു ഷെഫിന് തന്നെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക്കിൻ്റെ വേറൊരു സാധനമായിട്ട് തരാം നമ്മൾ. അപ്പോൾ അത് പ്രോസസ്സ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സ് മാനേജ് ചെയ്യൽ എങ്ങനെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ്, CPU എങ്ങനെ യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട്, അത് OSൻ്റെ കുറേ കൺസെപ്റ്റുകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ബേസിക് സംഭവങ്ങൾ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അതായത് ഒരു 2 സെക്കൻഡ് എടുത്തു, പിന്നെ വെയിറ്റ് ചെയ്തു, പിന്നെ അടുത്ത 2 സെക്കൻഡ് എടുത്തപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ 6 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഇനി ഇത് അസിങ്ക്രണസ് ലെവൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. അസിങ്ക്രണസ് വേല ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ, ഈ അസിങ്ക്രണസ് വേല ചെയ്യുമ്പോൾ ഈ എൻഡ് ഉണ്ടല്ലോ, അത് നമുക്കൊരു ഫങ്ഷനും കൂടി ആക്കാം. ഫങ്ഷൻ ഷോ എൻഡ് എന്നുള്ള ഫങ്ഷനിലോട്ട് മാറ്റുകയാണ് ഞാൻ ആ കോഡിനെ. ഓക്കെ, ഷോ എൻഡ് എന്നുള്ള ഫങ്ഷനിലോട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ലോങ് ടാസ്ക് 2000-ന് പകരം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു ഫങ്ഷനുണ്ട്. സെറ്റ് ടൈം ഔട്ടിൻ്റെ പ്രത്യേകത അസിങ്ക്രണസ് വേലാണ് ഇത് വർക്ക് ചെയ്യണത്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു കോൾ ബാക്ക്, അതായത് ഒരു ഫങ്ഷൻ്റെ പേര് പാസ് ചെയ്യണം. ഇപ്പോൾ ഷോ എൻഡ് എന്നുള്ള ഫങ്ഷനാണ് അത്, 2000 കൊടുത്ത് അതിൻ്റെ ഇപ്പോൾ ഈ എൻഡ് ഇവിടെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ടൈം ഔട്ട് 2000 ഷോ എൻഡ് കൊടുത്തു, 2000 കൊടുത്തു. ഈ ഇവിടെ എൻഡ് ചെയ്യണത് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കി, വർക്കിംഗ് പറഞ്ഞുതരാം. ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ടൈം ഔട്ട് കൊടുത്തു, ഷോ എൻഡ് കൊടുത്തു, 2000 കൊടുത്തു, എൻഡ് ഒഴിവാക്കി. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. കണ്ടോ, സ്റ്റാർട്ടഡ് 3 ഒരുമിച്ച് വർക്ക് ചെയ്തു, എൻഡ് 3 ഒരുമിച്ച് വർക്ക് ചെയ്തു. മനസ്സിലായില്ലല്ലോ, പറഞ്ഞുതരാം. അപ്പോൾ ഫംഗ്ഷൻ ഷോ എൻഡ് എന്തിനാണ് കൊടുത്തു വെച്ചാൽ, എൻഡായി എന്ന് കാണിക്കാനുള്ള ഫംഗ്ഷൻ. എൻഡായി കഴിയുമ്പോൾ അതൊരു ടാസ്ക് ചെയ്യുകയാണ്, ടാസ്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം കൊടുക്കുന്നത് ഒരു ഫംഗ്ഷനിലോട്ട് മാറ്റി വെച്ച്. അപ്പോൾ എന്ത് ചെയ്ത്, കൺസോൾ ഡോട്ട് ലോഗിൽ സ്റ്റാർട്ടഡ് ആദ്യം വർക്ക് ചെയ്തു. സെറ്റ് ടൈം ഔട്ടിൻ്റെ പ്രത്യേകം അസിങ്ക്രണസ് ആണ്. അതായത് അസിങ്ക്രണസ് പ്രത്യേകം എന്താ വെച്ചാൽ, അതിൻ്റെ ഉള്ളിലോട്ട് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ആ 2 സെക്കൻഡ് വെയിറ്റിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഫംഗ്ഷൻ്റെ പേര് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് ഷോ എൻഡ് ആണ്. ഇതിനെ കോൾ ബാക്ക് എന്ന് പറയാം. തിരിച്ച് എന്ത് ചെയ്യാണ്, അത് എപ്പോഴാണോ 2 സെക്കൻഡ് അവിടെ വർക്ക് കഴിയണത്
ആ സമയത്താണ് എന്ത് ഷോ എൻഡ് കോൾ ചെയ്തോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ ഇവിടെ ബ്ലോക്കിംഗ് ഇല്ല. ഇവിടെ ബ്ലോക്ക് ചെയ്യാതെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റോട്ട് പോകും. കൺസോളോട് സ്റ്റാർട്ടഡ് വീണ്ടും വർക്ക് ചെയ്യും സ്പോട്ടിൽ. അത് സെറ്റ് ടൈമോട്ടുള്ള 2000 സെക്കൻഡ് മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ കൊടുത്ത സമയം തന്നെ എന്ത് സംഭവിച്ചു, അടുത്ത ലോഗ് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത സെറ്റ് ടൈമോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ് 3 സ്റ്റാർട്ടഡ് ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്തുണ്ടോ എൻഡ് വർക്ക് ചെയ്തു. അപ്പോൾ എന്താണ് ഈ 2 സെക്കൻഡ് കൊണ്ട് തന്നെ 3 ടാസ്കും ചെയ്ത് കഴിയുമ്പോൾ അതായത് ഒന്ന് കൊടുത്തു സെറ്റ് ടൈമോട്ട് വെയിറ്റ് ചെയ്യാണ്, അതവിടെ വെയിറ്റ് ചെയ്തോളും. അത് 2 സെക്കൻഡ് ആകുന്നതിന് മുന്നേ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൻ്റെ വെയിറ്റിംഗ് എന്ത് ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷോ എൻഡ് വർക്ക് ചെയ്തോളും. അതിൻ്റെ മറ്റേ ഷോ എൻഡ് വർക്ക് ചെയ്തോളും. ആ രീതിയിൽ അസിങ്ക്രണസ് ആയപ്പോൾ എന്ത് ചെയ്തു ഒറ്റയടിക്ക് വർക്കായി. അപ്പോൾ കോൾ ബാക്ക് ഇവിടെയാണ് കോൾ ബാക്ക് ഫംഗ്ഷന് പാസ് ചെയ്യണതുണ്ടോ. ഷോ എൻഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ബാക്ക് അവിടെ. ഈ ഷോ എൻഡ് എന്നുള്ളത് ഇത് കഴിയുമ്പോൾ ശരിക്കും വർക്ക് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ ശരിക്കും കൺസോൾ ഡോട്ട് ലോഗിൽ എൻഡ് പ്രിൻറ്റ് ചെയ്യേണ്ട സംഭവമാണ്. പക്ഷേ അതെന്ത് കൊടുത്ത് നമ്മൾ ഇത് ഈ ഒരു സെറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്തായി വർക്ക് ചെയ്യിപ്പിച്ചോ എന്നുള്ള ഇതിൽ നമ്മൾ പാസ് ചെയ്ത് വിട്ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അത് വർക്ക് ചെയ്ത് വന്നോളും. അത് വർക്ക് ചെയ്യില്ല നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ അപ്പോഴേക്കും എന്ത് ചെയ്യുക അടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കൊടുത്ത് ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെയാണ് കോൾ ബാക്ക് പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യും വേറെ ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും അസൈൻമെൻറ്റ്സ് ഫംഗ്ഷനിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആ ടാസ്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് കോൾ ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇനി ചെറിയൊരു കോൾ ബാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കോൾ ബാക്ക് ജസ്റ്റ് വർക്ക് ചെയ്യുന്ന അസിങ്ക്രണസ് രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായില്ല, ആ സ്പീഡ് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ലേ. ഞാൻ ഒരു കോൾ ബാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതാണ് ഹലോ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ തൽക്കാലം നമുക്ക് ആരോ ഫംഗ്ഷനൊക്കെ ചെയ്താൽ വെറൈറ്റി ആക്കിയേക്കും. ഹലോയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗിൽ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് വരും നോക്കിയാൽ ഡാറ്റ എന്നുള്ള ആർഗ്യുമെൻ്റ് വരും. ഇവിടെ അത് ഡാറ്റയിൽ എന്ത് ചെയ്യുക ആ ഡാറ്റേനെ പ്രിൻ്റ് ചെയ്യാൻ ഇനി ആരോ ഫംഗ്ഷൻ എഴുതിയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് എഴുതി കാണിച്ചു തരാം. ഫംഗ്ഷൻ എഴുതി ഒരു ഡാറ്റ എന്നുള്ള ആർഗ്യുമെൻ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് പേര് കൊടുത്ത് വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ് ഇതിലൊരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ ആ ഡാറ്റ പ്രിൻ്റ് ചെയ്യും. അടുത്ത ഒരു ഹേ എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഹേ എന്നുള്ള ഫംഗ്ഷനിൽ ഒരു കോൾ ബാക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ. അതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഹേ വർക്കിംഗ് എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ ആ കോൾ ബാക്ക് ഉണ്ടല്ലോ, ആ കോൾ ബാക്കിനെ കോൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്രോസ് റോഡ്സ് എന്ന് കൊടുത്ത് ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ, കോൾ ബാക്കിൽ എന്തെടുത്ത് ക്രോസ് റോഡ്സ് എന്ന് കൊടുത്ത് ഇനി ഞാൻ വിളിക്കാൻ പോവുകയാണ്. എന്താ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഹേ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചിട്ട് ഞാൻ ഹലോനെ പാസ് ചെയ്യാൻ പോവുകയാണ്. ഇതേ മനസ്സിലായോ? അതായത് ഹലോ എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് ഡാറ്റ എന്നുള്ളൊരു വാല്യൂ വരുമെന്ന് പറയുന്നുണ്ട്, ഒരു വേരിയബിൾ വരുമെന്ന് പറയുന്നുണ്ട്. ആ ഡാറ്റ ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഹേ എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ ഒരു കോൾ ബാക്ക് എന്നുള്ളൊരു വേരിയബിൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോൾ ബാക്കിനെ താഴെ നോക്കി ഒരു ഫംഗ്ഷനായിട്ട് കോൾ ചെയ്യുക ചെയ്തിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ആർഗ്യുമെൻ്റായിട്ട് ക്രോസ് റോഡ്സ് ഉള്ള വേരിയബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കോൾ ബാക്കറിനെ ഇനി എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ വിളിക്കുന്നത് എന്താ അവിടെ ഹേ ആണ്. അത് ഹേ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആർഗ്യുമെൻ്റായിട്ട് കോൾ ബാക്കാണ് കൊടുക്കേണ്ടത്. ആ കോൾ ബാക്കിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുത്ത് ഹലോനെ കൊടുത്ത്. അപ്പോൾ ഈ കോൾ ബാക്കിൻ്റെ സ്ഥലത്ത് ഇവിടെ എന്താ ഹലോ എന്നുള്ള ഫംഗ്ഷൻ വന്നേ, ഈ ഹലോനാണ് വിളിക്കുന്നത്. ഹലോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ഫംഗ്ഷൻ ഡാറ്റയാണ്. ഡാറ്റയിൽ ഇവിടെ ആർഗ്യുമെൻറ്റ് ഹലോ വിളിക്കുമ്പോൾ ഡാറ്റ എന്താണ് കൊടുക്കുന്നത് ക്രോസ് റോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ക്രോസ് റോഡ്സ് വരും. ഇപ്പോൾ ഡാറ്റ ക്രോസ് റോഡ്സ് പ്രിൻ്റ് ചെയ്യും. ഒന്ന് നോക്കിയേ, ഡാറ്റ ക്രോസ് റോഡ്സ് പ്രിൻ്റ് ആയില്ലേ. ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഹേ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കോൾ ബാക്ക് കൊടുത്തിട്ടുണ്ട്. കോൾ ബാക്ക് എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഹലോനാണ് കൊടുത്തിരിക്കുന്നത്. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കോൾ ബാക്കിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്
ഈ ഫംഗ്ഷനെ വിളിക്കുന്നത്. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആർഗ്യുമെൻ്റ് എന്താ കൊടുക്കുന്നത്? ക്രോസ് റോഡ്സ് എന്നുള്ള ഡാറ്റ കൊടുക്കുന്നത്. അതിവിടെ എത്തും, അതിവിടെ പ്രിൻ്റ് ആവും. മനസ്സിലായോ? അതായത് അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഹേ എന്നുള്ളൊരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. ആ ഫംഗ്ഷനെ വിളിച്ചിട്ട് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള കാര്യം എന്താണ്? ഇവിടുന്ന് വേറെ ഫംഗ്ഷനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ ഹേ വിളിക്കുമ്പോൾ വേറെ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫംഗ്ഷനെയാണ് പിന്നെ വിളിച്ച് പോകുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെയുള്ള ആക്ഷൻസ് വേറെ ചെയ്തു പോകാനും അതെന്ത് ചെയ്യും? അത് കോൾ ബാക്ക് എപ്പോഴാണോ ഫംഗ്ഷൻ പൂർത്തിയാവുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള രീതിയിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അസിൻക്രണസ് ഫംഗ്ഷൻസ് ആക്കിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനുള്ള വഴികളുണ്ട്. അപ്പോൾ കോൾ ബാക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷനിലോട്ട് ഒരു ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ അത് കഴിയുമ്പോഴെന്ത് ചെയ്യും? ആ കോൾ ബാക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറയുക, ഫംഗ്ഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റും. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് കോൾ ബാക്ക്. ഇനി നമുക്ക് മോഡ്യൂൾ എന്താണെന്നുള്ളത് നോക്കാം. മോഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു JS ഫയൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഇതിന് മുന്നേ ചെയ്തൊരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഏതപ്പോൾ യൂസ് ചെയ്യാം? ഒരു പുതിയതങ്ങ് ഉണ്ടാക്കാം. ഒരു മോഡ്യൂൾ സാമ്പിൾ നമുക്കൊരു പുതിയ ഫയലും കൂടി ഉണ്ടാക്കാം. ഒരു സാമ്പിൾ .js എന്നുള്ള ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഫംഗ്ഷനുണ്ട്, ഫംഗ്ഷൻ ഹലോ ഉണ്ട്. ഈ ഫംഗ്ഷനെ നമ്മൾ ഇതിൽ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹലോ എന്നുള്ള ഒരു എന്താ പറയുക ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമുക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്യാൻ ഈസിയാണ്. ഹലോ എന്ന് ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇത് വർക്ക് ചെയ്യും, ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഇതേ സാധനത്തിന് നമുക്ക് വേറൊരു JS ഫയലിൽ കോൾ ചെയ്യണം. എന്താ പറഞ്ഞാൽ ഈ ഒരു ഹലോ എന്നുള്ള ഫംഗ്ഷനെ ഇവിടെ വിളിക്കാൻ ഓക്കെയാണ്. നമുക്കെല്ലാവരും ഇപ്പോൾ ഇത്രയും ദിവസം ചെയ്തൊക്കെ നമ്മളെന്താണ് ആ ഒറ്റ ഫയലിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇനി ഇവിടെയുള്ള ഹലോനെ വേറൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ വേറൊരെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മോഡ്യൂൾ സാമ്പിൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? അതിന് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പേരിലോട്ട് അസൈൻ റിക്വയർ എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡിലോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലോ ഇട്ടിട്ട് // ഏത് കൊടുക്കുക? ആ സാമ്പിൾ എന്നുള്ള ഫയലിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ റിക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ആ സാമ്പിൾ എന്നുള്ള ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ, അതായത് അതിനൊരു മോഡ്യൂളായിട്ടാണ് കാണുക. അതായത് നമ്മളെല്ലാ .js ഫയലിനെ ഒരു മോഡ്യൂളായിട്ടാണ് കാണുക. അതാണ് മോഡ്യൂൾ എന്നുള്ളത്. അപ്പോൾ ആ മോഡ്യൂളിനെ ഇങ്ങോട്ട് എങ്ങനെ എടുക്കാം, ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് എന്തേ വിളിക്കേണ്ടത്? ഹലോ എന്നുള്ള ഫംഗ്ഷനാണ് വിളിക്കേണ്ടത് നമുക്ക്. ഓക്കെ, ഇങ്ങനെ വിളിച്ചാൽ ശരിക്കും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോഡ് സ്പേസ് മോഡ്യൂൾ സാമ്പിൾ .js ഒരു എറർ വന്നു. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഹലോ എന്നുള്ള ചുമ്മാ കൊടുത്തിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം എന്ന് വെച്ചാൽ, ഇങ്ങനെ അതായത് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വേറൊരു മോഡ്യൂളിലോട്ട് ഈ ഒരു ഫംഗ്ഷനിലെ ഒരു വേരിയബിളിന് അങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മോഡ്യൂൾ എക്സ്പോർട്സ് ഇപ്പോൾ ഹലോ എന്നുള്ള പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ പേരൊക്കെ ഒഴിവാക്കാം. ഈ രീതിയിൽ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവിടെ വിളിച്ചാൽ ഹായ് ഫ്രണ്ട്സ് വർക്കായി. എന്താ വിളിച്ചത്? നമ്മൾ മോഡ്യൂൾ സാമ്പിളിനെയാണ് വിളിക്കുന്നത്. റിക്വയർ വഴി അതിനങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് // ഇടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലോക്കലി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു മോഡ്യൂളിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ // ഇട്ട് വിളിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കമ്പ്യൂട്ടറിൽ ഇല്ലാത്ത മോഡ്യൂളിനെ പിന്നെ വിളിക്കാൻ പറ്റുമെന്ന്. അതുണ്ട്, അത് പറഞ്ഞുതരാം. ലൈബ്രറി ആയിട്ടുള്ള കുറേ മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇവിടെയുള്ള ഈ സാമ്പിൾ .jsലുള്ള ഒരു ഹലോ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ നമ്മൾ മോഡ്യൂൾ .exports.hello അസൈൻ ഇങ്ങനെ എക്സ്പോർട്സ് പറഞ്ഞ ഒരു ഇതുണ്ട്, കീവേഡ് മോഡ്യൂൾ .exports. ഈ ഒരു ഒബ്ജക്റ്റിലോട്ട് ഹലോനെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ റിക്വയർ വഴി ആ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ h.hello ആയിട്ട് വിളിക്കാൻ പറ്റും നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വേറെ മോഡ്യൂളുള്ള സംഭവം, ലോക്കലി ഉള്ള സംഭവം ഇങ്ങനെയാണ് എടുക്കുക.
അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ പറയുക വേറെ എവിടെ ഉള്ളതെന്നുള്ളത്. വേറെ എവിടെ ഉള്ളതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ റീഡ് ലൈൻ സിങ്ക് എന്ന ടെർമിനലിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു NPM അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് ഇതുണ്ടോ റിക്കവർ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ // ഒന്നുമില്ല. // ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ പറയാം. അത് ഓൾറെഡി നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോക്കലിയുള്ള ഒരു മോഡ്യൂളിൽ എങ്ങനെയാണ് ഇങ്ങോട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ മോഡ്യൂളിൽ ഏതൊക്കെ ഫംഗ്ഷൻസാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിലോ module.exports. ഒരു ഹേയ് എന്നുള്ള ഫംഗ്ഷൻ എഴുതണം. ഹേയ് ആ ഫംഗ്ഷൻ അതേപോലെ എഴുതുക. അതേപോലെ വേരിയബിൾ എഴുതണമെങ്കിൽ വേരിയബിൾ എഴുതാം. ഒരു 10 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് അങ്ങോട്ട് വരണം. ഇപ്പോൾ മോഡ്യൂൾ സാമ്പിളിൽ എന്ത് ചെയ്യണം, console.log h.hey പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിൻ്റ് ആവും ഉണ്ടോ, 10 പ്രിൻ്റായി. അത് ആ മോഡ്യൂളിലുള്ളതാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വേരിയബിൾസിന് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യുക, ഫംഗ്ഷൻസിനൊക്കെ എന്ത് ചെയ്യുക, ഒരു മോഡ്യൂളിൽ നിന്ന് വേറെ മോഡ്യൂളിലോട്ട് എടുക്കാം. അതിനുവേണ്ടി എക്സ്പോർട്സ് എന്നുള്ളത് ആലോചിക്കുക, റിക്കോർ എന്നുള്ള കീവേഡ് ആലോചിക്കുക, // ഇട്ടാലാണ് ലോക്കലിന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അതും ആലോചിക്കുക. ഇനി ലോക്കൽ മോഡ്യൂൾ പോലെ തന്നെ നമുക്ക് പല കുറേ ലൈബ്രറീസ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കമാൻഡ് പ്രോംപ്റ്റിൽ യൂസ് ചെയ്യേണ്ട NPM ഇൻസ്റ്റാൾ റിക്കവർ എന്ന് കുറേ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ലൈബ്രറീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലൈബ്രറീസൊക്കെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ കിട്ടണം. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന രീതി എന്ന് വെച്ചാൽ സിപ്പ് ഫയൽ കോപ്പി ചെയ്യുക, എന്നിട്ട് അത് കണക്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് കണക്ട് ചെയ്യില്ല, എറർ ഇഷ്യൂ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ Node.js എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ലൈബ്രറീസൊക്കെ നമുക്കിങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ NPM, അതായത് NPM എന്നുള്ള ടൂളുണ്ട്, നോഡ് പാക്കേജിങ് മാനേജർ എന്ന് പറയും. അതായത് നോഡിന് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഇപ്പോൾ പ്രൊജക്റ്റ്, ലൈബ്രറീസ് ഇതെല്ലാം കൂടി നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്ത് കൊണ്ടേ വയ്ക്കും. അപ്പോൾ ആൾക്കാർക്കൊക്കെ ആ ലൈബ്രറി യൂസ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിൾ കമൻറ്റിലൂടെ ആ ലൈബ്രറി എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ ലൈബ്രറി ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കാൻ പറ്റും. അവിടെ നിന്ന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതാണ് സൈറ്റ് എന്ന് ആദ്യം കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, npmjs.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, NPM മോഡ്യൂൾസ് ആഡ് ചെയ്തിട്ടുണ്ടത്, നിങ്ങൾ ഉണ്ടാക്കുന്ന ലൈബ്രറീസും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്കിപ്പോൾ ലൈബ്രറീസ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മളതങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്താൽ എന്ത് ലൈബ്രറിയും, അപ്പോൾ നിങ്ങൾക്ക് അപ്പർ കേസ്, ലോവർ കേസ്, HTTP, അത് ഇത്, ഫയൽ റീഡ് ചെയ്യാനുള്ളത്, HTML ലോഡ് ചെയ്യാനുള്ളത്, പ്രിൻ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താ പറയുക, ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാനുള്ളത്, ഈസി ആയിട്ട് ഗ്രാഫിക്സ് വരയ്ക്കാനുള്ളത്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ലൈബ്രറി എടുക്കാം. ഒരു അപ്പർ കേസ് എന്നുള്ള ലൈബ്രറി ഉണ്ട്. ഓക്കെ, അപ്പർ കേസ് എന്ന ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ എത്ര ലൈബ്രറീസ് ഇവിടെ സെർച്ച് ചെയ്താൽ ഒരുപാട് ലൈബ്രറീസ് കിട്ടും. ആ ലൈബ്രറീസ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നമുക്ക് ഈ പ്രൊജക്റ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് പ്രൊജക്റ്റിലോട്ട് ലൈബ്രറീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്യണം. npm init എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് ടൈപ്പ് ചെയ്യണം. npm init അടിക്കുമ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര്, പാക്കേജിൻ്റെ പേര്, അത് ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഡിഫോൾട്ടായിട്ട് എൻ്റർ അടിച്ച് പോയാൽ മതി തൽക്കാലത്തേക്ക്. ഓതർ നിങ്ങൾ ആരാണ് കോഡ് ചെയ്യണമൊക്കെ എഴുതാം. അവസാനം ഈസ് ഓക്കെ എന്ന് വയ്ക്കും, y കൊടുത്താൽ മതി. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ package.js എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇപ്പോൾ npm init അടിച്ചപ്പോൾ വന്നിട്ടുള്ള ഫയലാണ്. ഈ ഫയലിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചോദിച്ച നെയിം, വേർഷൻസ്, അത് ഇത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഓൾറെഡി വേറെ ഏതെങ്കിലും ലൈബ്രറീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിവിടെ കോമട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിപ്പെൻഡൻസീസിൽ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ പുതിയൊരു ലൈബ്രറി ഇതിലോട്ട് കൊണ്ടുവരാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലൈബ്രറിൻ്റെ പേര്, ഇപ്പോൾ ഞാൻ നേരത്തെ നോക്കിയ ലൈബ്രറി അപ്പർ കേസ് എന്നുള്ള ലൈബ്രറിയാണ്. npm ഇൻസ്റ്റാൾ അപ്പർ കേസ് എന്നുള്ള ലൈബ്രറി ഉണ്ട്. ഇത് കൊടുത്താൽ മതി. ഈ സേവ് കൊടുക്കേണ്ട ആവശ്യമില്ല. സേവ് പഴയ വേർഷനിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. npm 5ൻ്റെ മുന്നെയാണ് സേവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 5 മുതൽ എന്താണെന്ന് വെച്ചാൽ സേവ് കൊടുക്കാതെ തന്നെ സേവിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സേവിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ npm ഇൻസ്റ്റാൾ അപ്പർ കേസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സെർവർ പോയിട്ട് എന്ത് ചെയ്യും, ആ സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യും, ഇവിടെ സെറ്റപ്പ് ചെയ്യും. അതാണ് നോഡ് മോഡ്യൂൾസ് ഉണ്ട്. ഇവിടെ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടോ, നോഡ് മോഡ്യൂൾസ് പറഞ്ഞിട്ട്. ഇതിൽ കണ്ടോ
npm ഇൻസ്റ്റാൾ വരേണ്ടതാണല്ലോ. നോട്ടെ. അപ്പോൾ അപ്പർ കേസ് എന്നുള്ള ലൈബ്രറി എടുത്തു. 2.01 ആണ് ലേറ്റസ്റ്റ് ലൈബ്രറി വെർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈബ്രറി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈബ്രറി ഇൻസ്റ്റാളായി. ഇനി നമുക്കിത് യൂസ് ചെയ്യാൻ നോക്കാം. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ വാർ ഒരു അപ്പർ കേസ് ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യുന്നിട്ട് റിക്വയർ അപ്പർ കേസ് എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ UC അപ്പർ കേസ് എന്നുള്ള അതിൽ തന്നെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പഠിക്കണം. അല്ല അപ്പർ കേസിൻ്റെ കോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഫംഗ്ഷൻസ് എന്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പർ കേസ് ഒന്നുമില്ല, സ്മോൾ ലെറ്റർ എഴുതിയൊക്കെ എന്ത് ചെയ്യും ക്യാപിറ്റൽ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പർ കേസിൻ്റെ ഉള്ളിൽ സ്ട്രിങ് പാസ് ചെയ്താൽ മതി എന്നുണ്ട്. അപ്പോൾ ഒരു ഹലോ വേൾഡാണ് നമ്മൾ പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹലോ വേൾഡ് എന്നുള്ളത് സ്മോൾ ലെറ്റർ ആയിട്ട് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു വേരിയബിളോട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ വാർ അപ്പർ കേസ് എന്നുള്ള വേരിയബിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിൻ്റ് ചെയ്യാം. അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ നോക്കാം. മോഡ്യൂൾ സാമ്പിൾ ഡോട്ട് കണ്ടോ, ഹലോ വേൾഡ് ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു. അപ്പോൾ അപ്പർ കേസ് എന്നുള്ള ലൈബ്രറി npmjs.com എന്ന് പറഞ്ഞ സൈറ്റിൽ ഓൾറെഡി ലൈബ്രറി ആക്കിയിട്ട് വേറെ ആൾക്കാർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ലൈബ്രറീസ് ആഡ് ചെയ്യാൻ പറ്റും. ആ ലൈബ്രറിൻ്റെ യൂസ് എന്താണ്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കോഡൊക്കെ നമുക്ക് ആ സൈറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എടുത്തു റിക്വയർ വഴി കോഡ് വഴി നമ്മൾ എടുത്ത് ലേറ്റസ്റ്റ് കോഡിൻ്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ട് പറഞ്ഞുതരാം. റിക്വയർ വഴി എന്ത് ചെയ്യും, നമ്മൾ അപ്പർ കേസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അപ്പർ കേസിൽ എന്ത് ചെയ്യും ഹലോ വേൾഡ് എന്നുള്ളൊരു സ്മോൾ ലെറ്റർ ടെക്സ്റ്റ് കൊടുത്ത് അത് നോക്കിയപ്പോൾ എന്ത് ചെയ്ത് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ വന്നു, ഔട്ട്പുട്ട് വന്നു. ഇങ്ങനെ ഒരുപാട് ലൈബ്രറീസിൻ്റെ ഒരുപാട് യൂസ്. നമുക്ക് സെഷൻ സെറ്റ് ചെയ്യാൻ, മറ്റേ പാസ്വേഡിന് പാസ്പോർട്ട് പറഞ്ഞ ലൈബ്രറിയാണ്, ഒരുപാട് ലൈബ്രറി. ഇനി നമ്മൾ പ്രൊജക്റ്റ് വരുമ്പോൾ ഒരുപാട് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെഷൻ എക്സ്പ്രസിൻ്റെ കാര്യങ്ങൾ, അതേപോലെ എക്സ്പ്രസിൻ്റെ അങ്ങനെ ഒരുപാട് npm മോഡ്യൂൾസ് ഉണ്ട്. നമുക്ക് യൂസുള്ള കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് വരുമ്പോൾ ഓരോന്ന് യൂസ് ചെയ്ത് പഠിക്കലാണ്. പിന്നെ ഓരോന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തി പോലാണ് ചെയ്യുക. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് npm init. ഒരു പ്രൊജക്റ്റിൽ ആദ്യമായിട്ടാണ് npm മോഡ്യൂൾസ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. npm init ടൈപ്പ് ചെയ്യുക. അപ്പോൾ npm മോഡ്യൂൾ എന്ത് ചെയ്യും, ഒരു package.js എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാവും. അതിൽ ഇതുപോലുള്ള ലൈബ്രറീസ് യൂസ് ചെയ്യണ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. പുതിയ ലൈബ്രറീസ് ഏതെങ്കിലും ഇൻസ്റ്റാൾ, ഇപ്പോൾ npm ഇൻസ്റ്റാൾ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്താൽ എക്സ് എന്നുള്ള ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ആ എന്ത് ചെയ്യും package.js എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ ഡിപ്പെൻഡൻസീസിൽ അത് എഴുതി വരും. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പ്രൊജക്റ്റ് വേറെ സ്ഥലത്ത്, ഇപ്പോൾ ഗിറ്റിലോട്ടൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ഇടുമല്ലോ, ഗിറ്റിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ നോഡ് മൊഡ്യൂൾസ് എന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഈ ഫോൾഡറൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ആർക്കും നമ്മൾ എന്ത് ചെയ്യില്ല കോപ്പി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ആരും കോപ്പി ചെയ്ത് കൊണ്ടുപോകില്ല. നമ്മൾ സോഴ്സ് കോഡ്, ഇപ്പോൾ ഇതൊക്കെ ഈ പ്രൊജക്റ്റിൻ്റെ കോഡാണെന്നായിരിക്കും. ഈ പ്രൊജക്റ്റ് കോഡും ഈ package.js എന്ന് പറഞ്ഞ ഫയലാണ് ഉണ്ടാവുക. ഓക്കെ, ഈ package.js ഫയലിനുള്ളിൽ എന്തുണ്ടാവും, ഈ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊജക്റ്റ് നമ്മൾ വേറെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ npm install എന്നുള്ള ഒരു കമൻ്റ് ഉണ്ട്, അതങ്ങ് ടൈപ്പ് ചെയ്യും. അതങ്ങ് ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഓൾറെഡി ഉള്ള ഡിപ്പെൻഡൻസീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും, ഇത് കൊണ്ടുവന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ഈ പ്രൊജക്റ്റിൽ സെറ്റപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ കോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള കോഡ് വർക്ക് ചെയ്യും. അപ്പോൾ പ്രൊജക്റ്റ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ഡിപ്പെൻഡൻസി വേർഷൻ ഒന്നും മാറിപ്പോകും. ഇപ്പോൾ ഈ 2.0.1 ഒരു സംഭവം ഉണ്ട്, നമ്മൾ വേറൊരു വേർഷനിലാണ് വേറെ കോഡുകൾ വേറെ രീതിയിലാണ് ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്, ഒക്കെ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ലൈബ്രറി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, പുതിയ ലൈബ്രറി ചിലപ്പോൾ പഴയ വേർഷൻ ഏതാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകും. അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം, package.js ഫയലിൽ അത് ഏത് വേർഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ പ്രൊജക്റ്റിൽ ഏത് കോഡാണ് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ npm ഇൻസ്റ്റാൾ അടിക്കുമ്പോൾ ആ വേർഷൻ തന്നെ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു ഇഷ്യൂ ഇല്ലാതെ ഒരു എററും ഇല്ലാതെ പ്രൊജക്റ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ ലൈബ്രറിയുടെ ഒരു 10ാമത്തെ വെർഷനോ 20ാമത്തെ വെർഷനോ ആയിട്ടുണ്ടാവും, എന്നാൽ പോലും ലൈബ്രറി സ്പെസിഫിക് വേർഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേർഷൻ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തോളും. npmjs.com പ്രത്യേകത ഉണ്ട്, ആ ലൈബ്രറി അവിടെ ഉണ്ടാവും. ഏത് പഴയ വെർഷനും പുതിയ വെർഷനും എല്ലാം അവിടെ തന്നെ അതേപോലെ കീപ്പ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുകയാണ്, നമുക്ക് ആ ഒരു കോഡ്, ഇപ്പോൾ നിങ്ങൾ എഴുതിയ കോഡും ആ ലൈബ്രറി തമ്മിൽ മാച്ച് ആവണമല്ലോ, അതിലെഴുതിയ ഫംഗ്ഷൻ്റെ പേര് പുതിയ വെർഷനിൽ മാറ്റിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ npm മോഡ്യൂൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് npm മോഡ്യൂൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈബ്രറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇനി മുതൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം.
അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് ഇത്ര അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി 1-2 കാര്യങ്ങൾ എന്തൊക്കെ മിസ്സിങ് ഉണ്ട് അത് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ദിവസത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നോക്കണം, മൊത്തത്തിലൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഏതൊക്കെ മിസ്സിങ്ങുകൾ നോക്കട്ടെ. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്സിങ്ങുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഞാൻ അടുത്ത ദിവസത്തേക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബേസിക്സ് അവസാനിപ്പിക്കാം. ഇപ്പോൾ എവിടെ എത്തി നമ്മളറിയോ? അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്, Node.js വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ചിത്രം വരച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ലേ, ഒരു ഫ്രണ്ട് എൻഡിൽ വെബ് ഡിസൈനിങ്, പിന്നെ Node.js, എക്സ്പ്രസ്, MongoDB ഡാറ്റാബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ Node.js എന്നുള്ള സെർവറിലെ ലാംഗ്വേജിൻ്റെ ബേസിക്സ് മാത്രമാണ് ആയിട്ടുള്ളൂ. ഇനി Node.jsൻ്റെ ബേസിക്സിൽ കുറച്ച് സെർവർ ക്രിയേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്പ്രസ്സിലോട്ട് പോവുള്ളൂ. അപ്പോൾ Node.js ലാംഗ്വേജ്, അത് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ്, സോറി ഇനിയും ഞാൻ പറഞ്ഞ് തെറ്റിക്കുന്നില്ല, Node.js എന്നുള്ള ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ള ബേസിക് വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ബാക്കി ഇനി നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. ഇനിയിപ്പോൾ ബാക്കി വരുന്നത് നാളെയും മറ്റന്നാളും ഞങ്ങൾ ഓഫാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, കമ്പനീൻ്റെ കുറച്ച് പരിപാടികളായിട്ടുള്ള കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ശനി ഞാനും കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച ആയിരിക്കും നമ്മളിനി വീഡിയോ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നാളെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത് വീഡിയോ ഒന്നുമില്ലല്ലോ എന്നുള്ളത്. തിങ്കളാഴ്ച വീഡിയോ തരാം. പക്ഷേ കുറേ പരിപാടികൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ശനി ഞായറോ ഇരുന്നിട്ട് ഫുൾ ടൈം ഇരുന്നിട്ട് അത് വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കിഡ്സിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനും മീറ്റിംഗ് കുറേ വർക്കുകളാണ്. അപ്പോൾ അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, അനൗൺസ് ചെയ്യാം കുറച്ച് ദിവസം കഴിഞ്ഞാട്ടെ, ഇപ്പം അനൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കിലാണ്. അപ്പോൾ ഒരു തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോ തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കുക. നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷനിൽ വന്ന ചേഞ്ചസിൻ്റെ ആണെങ്കിലോ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ദിവസത്തേക്ക് ക്ലിയർ ചെയ്യുക. അതോടുകൂടി Node.js ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് തീരും, അത് Node.jsൻ്റെ ബേസിക്സ് തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പ്രസ്സിലോട്ടും കാര്യത്തിൽ അടുത്തൊരു ദിവസത്തോട് Node.jsൻ്റെ പെൻഡിങ്ങുള്ള എല്ലാ കാര്യങ്ങളും തീർക്കും. അത് കഴിഞ്ഞാൽ എക്സ്പ്രസ്സിലോട്ട് നമ്മൾ കയറും. ഇതുവരെ ഇപ്പോഴും നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോറടിച്ച് ഇങ്ങനത്തെ കോഡിങ് കണ്ട് ഇത് എന്തിനാണെന്ന് അറിയാതെ പോകുന്നതിനേക്കാൾ ബെറ്റർ ഒരു പ്രൊജക്റ്റിലോട്ട് കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, പഴയ സബ്ജക്റ്റുകളൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി റീഫ്രഷ് ചെയ്താൽ. അതിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ കോൾ ബാക്ക് പറഞ്ഞപ്പോൾ പ്രോമിസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രോമിസ്, അസിങ്ക്, വെയിറ്റ് എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ പ്രൊജക്റ്റ് ഒന്ന് തുടങ്ങിക്കോട്ടെ, പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് അത് ഡീപ്പായിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഥ കിട്ടില്ല. ഇപ്പോൾ ഇത് എന്തിനാണെന്ന് മനസ്സിലാവും, എങ്ങനെ തിയറി പഠിച്ചിട്ട് പോകണ്ട. നമുക്ക് ഒരു പ്രൊജക്റ്റിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് കാണിക്കും. ഇപ്പോൾ നമ്മൾ കോൾ ബാക്കൊക്കെ പറഞ്ഞപ്പോൾ 2-3 കോൾ ബാക്ക് ഒരുമിച്ച് വരുമ്പോൾ കുറേ ഇഷ്യൂസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോമിസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബേസിക്സ് പെട്ടെന്ന് കവർ ചെയ്ത് പോയിട്ട് നമുക്ക് Node.js പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിനിടയിലൂടെ പഴയ ഏതൊക്കെ ടോപ്പിക്ക് വിട്ടുപോയിട്ടുള്ളത്, അവിടെ പറയുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒക്കെ ഞാൻ എടുത്ത് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഇനി മൺഡേ കാണാം.